അതുപോലെ തന്നെ ഈ കണ്ണുകളിൽ പ്രത്യേകിച്ച് ഇതുപോലെ കുട്ടികൾക്ക് തന്നെ കണ്ണ് ചുമക്കുകയും വേദനയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടറിനെ കാണിക്കാനൊന്നും പെട്ടെന്ന് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ ലക്ഷണം പറഞ്ഞ അല്ലെങ്കിൽ ആളെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിക്കുന്ന ഒരു സംഭവം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അപകടകരമാണ്, അതിൻ്റെ ഗൗരവം എത്രത്തോളം ആണെന്നുള്ളതൊന്ന് ശ്രോതാക്കൾക്ക് വിശദീകരിക്കും. അതിലെന്താ ചെയ്യുന്നത് പറഞ്ഞല്ലോ, കണ്ണിൽ ചുവപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ കണ്ണിൽ കരട് തടയുന്ന ഒരു ഫീൽ ഉണ്ടാവുക, കണ്ണിൽ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ടാവുക, ഇതൊക്കെ പലതരം അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഓരോ അലർജി മാത്രമല്ല, ഡ്രൈനസ് മാത്രമല്ല, ഇൻഫെക്ഷൻ മാത്രമല്ല, പല അസുഖങ്ങൾക്കും കണ്ണിനെ സംബന്ധിച്ചാൽ പലതാണ്. അപ്പോൾ അത് കാരണം അറിയാതെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാൾ ചിലപ്പോൾ ദോഷം ഉണ്ടാവും. അപ്പോൾ അതിലുള്ള ഒരു 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഈ ഒരു ചില അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഭേദാക്കാവുന്ന അസുഖങ്ങളാണ് മിക്കതും കണ്ണിനകത്തുള്ളത്. അത് വൈകുന്തോറും പ്രയാസങ്ങളാക്കും. ഒന്ന്, അങ്ങനെ കണ്ടെത്താൻ വൈകുന്നതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുന്നു, പിന്നീട് നമുക്ക് ചികിത്സ വളരെ പ്രയാസകരമാക്കുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത്തരം അസുഖങ്ങളായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സാധാരണ മിക്കവാറും മെഡിക്കൽ ഷോപ്പിലുള്ള ആളുകൾ ഏറ്റവും വില കുറഞ്ഞൊരു ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കാറുള്ളത്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അണുബാധ തടയാനുള്ള, ബാക്ടീരിയൽ അണുബാധ തടയാനുള്ള ഒരു മരുന്ന് മാത്രമാണ്. ആ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രൈനസോ അലർജിയോ കരട് തടച്ചിലോ ഒരിക്കലും മാറുകയില്ല. മാത്രമല്ല, ആ അണുബാധ തടയാനുള്ള ആ മരുന്ന് അനാവശ്യമായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് സാധാരണഗതിയിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കൊന്നും ബാക്ടീരിയനെ കൊല്ലാൻ സഹായിക്കാതെ കൂടുതൽ സ്ട്രോങ് ഉള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന മരുന്നിനെതിരെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക. അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ശത്രുക്കളെ നേരിടുന്നുണ്ടെങ്കിൽ നമ്മളെ ആയുധം എന്താണെന്ന് അറിഞ്ഞ് ആ ശത്രു അതിനെതിരെയുള്ള പ്രിവെൻഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആയുധമൊന്നും അവിടെ ഏശാണ്ടിരിക്കും. പിന്നെ അതിനേക്കാളും സ്ട്രോങ് ഉള്ള വെറൈറ്റി സാധനം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ തന്നെ പല ബാക്ടീരിയകളും ഇതിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവൻ രക്ഷ മരുന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഓവർ ദ കൗണ്ടർ അത് കൊടുക്കരുത്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ കൊടുക്കരുതെന്ന് പറയും. എന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും ഇത് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ ഒരു പരിമിതിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് കൂടുതൽ കർശനമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് ഒരിക്കലും നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ഡോക്ടറോട് ചോദിക്കുകയും ചെയ്യരുത്. ആൻറ്റിബയോട്ടിക് അല്ല ഡോക്ടർ എന്ന് ചോദിച്ചു വാങ്ങരുത്. ആൻറ്റിബയോട്ടിക് തന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഡോക്ടറെന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഞാൻ ചോദ്യം ചെയ്യരുത് എന്നല്ല ഉദ്ദേശിച്ചത്. ബട്ട് നമ്മൾ അനാവശ്യമായിട്ട് ഡോക്ടറുടെ ആൻറ്റിബയോട്ടിക് ചോദിച്ചു വാങ്ങരുത്. ആൻറ്റിബയോട്ടിക് തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതിരിക്കും ചെയ്യരുത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എഴുതുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ആവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ശ്രദ്ധിച്ചിട്ടുള്ളത് ഡോക്ടേഴ്സ് തന്നെ പറയും, കൂടെയാണെങ്കിൽ ഈ ഒരു മരുന്ന് നിങ്ങൾ യൂസ് ചെയ്തോ ആൻറ്റിബയോട്ടിക് പറയാറുണ്ട്. അത് നമ്മൾ ഡോക്ടർമാർ നിർബന്ധിക്കുന്നുണ്ട്. ഒരു ഡോക്ടർക്ക് കാണിച്ച് കുറവില്ല, വേറെ ഡോക്ടർ കാണുമ്പോൾ സ്വാഭാവിക ഡോക്ടർ ആൻറ്റിബയോട്ടിക് മാറ്റാൻ നിർബന്ധിതനാണ്. നമ്മളൊരു അസുഖത്തിന് ഒരു ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് മാറാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കുന്നില്ല. ഈ മരുന്നിനെ ആക്ട് ചെയ്തിട്ട് ഈ രോഗിയുടെ സ്വാഭാവിക ഒരു പ്രതിഭാതമല്ല, അതിന് നമ്മൾ സമയം കൊടുക്കണം. അപ്പോഴേക്ക് ക്ഷമ കിട്ടുമ്പോൾ അടുത്ത ഡോക്ടർക്ക് പോകണം. അപ്പോൾ സ്വാഭാവിക ഡോക്ടർ മരുന്ന് മാറ്റിയത് നിർബന്ധിതരാണ്. വളരെ വിരളമായിട്ട് ആളുകൾ ഇതന്നെ മതി, സമാധാനിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകൾ കുറവാണ്.